സർപ്പയജ്ഞം. ഉഗ്രശവസ്സു പറഞ്ഞു, മഹർഷിമാരെ, പിതാവിൻ്റെ ദാരുണമായ മരണവൃത്താന്തം കേട്ട് ജനമേജയൻ വളരെ ദുഃഖിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുറയ്ക്ക് ദീർഘനിശ്വാസം വിട്ടു. ഒടുവിൽ ശാസ്ത്രവിധിപ്രകാരം കയ്യിൽ ജലമെടുത്ത് മന്ത്രം ജപിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പിതാവിന് മരണത്തിന് കാരണക്കാരനും ദുഷ്ടനുമായ തക്ഷകനോട് പകരം വീട്ടാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ശൃംഗിയുടെ ശാപത്തിൻ്റെ മറവിൽ അവൻ മനഃപൂർവ്വമാണ് ഈ ദ്രോഹം ചെയ്തത്. കാശ്യപനെ മടക്കി അയച്ചത് തന്നെ അവൻ്റെ ദ്രോഹബുദ്ധിക്ക് സ്പഷ്ടമായ തെളിവാണ്. കശ്യപൻ എൻ്റെ പിതാവിനെ പുനരുജ്ജീവിപ്പിച്ചാൽ അവന് വല്ല നഷ്ടവുമുണ്ടോ? ഋഷിയുടെ ശാപം ഫലിക്കുകയും എൻ്റെ പിതാവിന് ജീവിക്കുകയും ചെയ്യാമായിരുന്നു. ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദി തക്ഷകൻ മാത്രമാണ്. അതുകൊണ്ട് അവനോട് പകരം വീട്ടുമെന്ന് ഞാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. ജനമേജയൻ്റെ ദൃഢനിശ്ചയത്തെ മന്ത്രിമാർ അനുകൂലിച്ചു. അനന്തരം ജനമേജയൻ ഋതിക്കുകളെയും പുരോഹിതനെയും വിളിച്ചു വരുത്തി പറഞ്ഞു, ദുഷ്ടനായ തക്ഷകൻ നമ്മുടെ പിതാവിനെ വധിച്ചു. അതിന് പകരം വീട്ടാനുള്ള ഉപായം നിർദ്ദേശിക്കണം. ആളിക്കത്തുന്ന ഹോമാഗ്നിയിൽ ആ ദുഷ്ടസർപ്പത്തെ ഭസ്മമാക്കാനുള്ള കർമ്മം നിങ്ങൾക്കറിയാമോ? ഋത്തിക്കുകൾ പറഞ്ഞു, രാജൻ, ദേവന്മാർ നേരത്തെ തന്നെ അങ്ങയ്ക്ക് വേണ്ടി ഒരു മഹായജ്ഞം വിധിച്ചിട്ടുണ്ട്. പുരാണ പ്രസിദ്ധമായ ആ യജ്ഞം അങ്ങല്ലാതെ ആരും ചെയ്യുകയില്ല എന്നും പുരാണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ യജ്ഞത്തിൻ്റെ വിധാന രീതി ഞങ്ങൾക്ക് അറിയാം. ഇതുകേട്ട് ജനമേജയൻ വിശ്വസിച്ചു. തക്ഷകൻ ഈ യാഗാഗ്നിയിൽ തീർച്ചയായും വെന്തു വെണ്ണീറാകുമെന്ന് രാജാവ് പറഞ്ഞു. ബ്രാഹ്മണരെ, യജ്ഞം ആരംഭിക്കാം. വേണ്ടതെല്ലാം ഉടനെ സംഭരിച്ചുകൊള്ളുവിൻ. യാഗവേദിക്കുള്ള ഭൂമി അളന്നിട്ടു. യജ്ഞശാല കെട്ടിയുണ്ടാക്കി. ജനമേജയൻ യജ്ഞത്തിന് കാപ്പുകെട്ടി വ്രതം ആരംഭിച്ചു. ഇത്രയും ആയപ്പോൾ ഒരു വിചിത്ര സംഭവമുണ്ടായി. കലാനിപുണനും പണ്ഡിതനും ബുദ്ധിമാനുമായ ഒരു സൂതൻ അവിടെ വന്നു പറഞ്ഞു, യജ്ഞവേദിക്ക് അളന്നിട്ട സ്ഥാനവും സമയവും കണക്കുകൂട്ടിയിട്ട് മനസ്സിലായ കാര്യം ഉണർത്തിക്കാം. ഒരു ബ്രാഹ്മണൻ നിമിത്തം ഈ യജ്ഞം അപൂർണമായി അവസാനിപ്പിക്കേണ്ടി വരും. ഇത് കേട്ട് ജനമേജയൻ ദ്വാരപാലകന്മാരോട് കൽപ്പിച്ചു, ഒരു മനുഷ്യനെയും യജ്ഞവേദിയിലേക്ക് വിടരുത്. യഥാവിധി സർപ്പയജ്ഞം ആരംഭിച്ചു. ഋത്തിക്കുകൾ കർമ്മത്തിൽ മുഴുകി. കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് യജ്ഞവേദിയിലേക്ക് മന്ത്രപൂർവ്വം ഹോമം നടത്തിയ ഋത്തിക്കുകളുടെ കണ്ണുകൾ ചുവന്നു. സർപ്പങ്ങൾ ഉള്ളാലെ വിറപൂണ്ടു. സാധുക്കളായ സർപ്പങ്ങൾ ദീർഘശ്വാസം വിട്ടും ചീറിയും പുളഞ്ഞും തമ്മിൽ കുരുങ്ങിയും യാഗാഗ്നിയിൽ വന്നു വീഴാൻ തുടങ്ങി. വെളുപ്പും ചുവപ്പും കറുപ്പും നീലയും നിറമുള്ള സർപ്പങ്ങൾ കരഞ്ഞും വിളിച്ചും യാഗാഗ്നിയിൽ വീണു ഭസ്മമായി. ഹോതാവായിരുന്നത് ച്യവനവംശജനായ ചണ്ഡഭാർഗവനായിരുന്നു. കൗത്സൻ ഉദ്ഘാതാവും ജൈമിനി ബ്രഹ്മാവും ശാർങ്കരൻ പിങ്കളൻ എന്നിവർ അധര്യക്കുളുമായി. ശിഷ്യന്മാരോടൊപ്പം വ്യാസൻ, ഉദ്ദാലകൻ, പ്രമതകൻ, അസ്തികൻ, ദേവലൻ തുടങ്ങിയവർ സദസ്യരായിരുന്നു. പേരുചൊല്ലി മന്ത്രജപത്തോടെ ഹോമിക്കുമ്പോൾ ഹോമദ്രവ്യത്തോടൊപ്പം ഓരോ സർപ്പവും അഗ്നിക്ക് ഭക്ഷണമായി കൊണ്ടിരുന്നു. സർപ്പങ്ങളുടെ മേധസ് ഉരുകിയൊലിച്ച് തീക്ഷ്ണമായ ദുർഗന്ധം നാലുപാടും പരന്നു. സർപ്പങ്ങളുടെ നിലവിളി മാനത്തു മുഴങ്ങി. ഈ വിവരമറിഞ്ഞ് തക്ഷകൻ ദേവേന്ദ്രനെ അഭയം പ്രാപിച്ചു പറഞ്ഞു, ദേവരാജ, ഞാൻ കുറ്റക്കാരനാണ്. മരണഭയത്താൽ അങ്ങയെ അഭയം പ്രാപിക്കുന്നു. ദേവേന്ദ്രൻ പറഞ്ഞു, നിന്നെ രക്ഷിക്കുന്ന കാര്യം ഞാൻ നേരത്തെ തന്നെ ബ്രഹ്മദേവനോട് പറഞ്ഞിട്ടുണ്ട്. നീ ഒട്ടും പേടിക്കേണ്ട, ദുഃഖിക്കുകയും വേണ്ട. ഇതുകേട്ട് തക്ഷകൻ ഇന്ദ്രന്റെ വാസസ്ഥലത്തു തന്നെ സുഖമായി പാർത്തു. ഉഗ്രശവസ് പറഞ്ഞു, ജനമേജയന്റെ യജ്ഞത്തിൽ അസംഖ്യം സർപ്പങ്ങൾ ഭസ്മമായി. വളരെ കുറച്ചേ ശേഷിച്ചുള്ളൂ. വാസുകി വളരെ വിവശനായി. വ്യാകുലചിത്തനായ വാസുകി ചരത്കാരുവിനെ വിളിച്ചു പറഞ്ഞു, സഹോദരി, എൻ്റെ ദേഹമാകെ നീറുന്നു. ദിശാബോധം നഷ്ടപ്പെടുന്നു. തല ചുറ്റുവരുമോ എന്ന് സംശയമുണ്ട്. നെഞ്ചു പിളരുന്നത് പോലെ തോന്നുന്നു. ലോകമെല്ലാം കറങ്ങുന്നത് ഞാൻ നേരിൽ കാണുന്നു. യാഗാഗ്നിയിൽ വീണു ഞാനും ദഹിച്ചു പോകുമെന്ന മട്ടായി. ഈ സന്ദർഭം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ നിന്റെ വിവാഹം നടത്തിയത്. നീ തന്നെ ഞങ്ങളെ രക്ഷിക്കണം. ബ്രഹ്മദേവൻ അരുളിയതനുസരിച്ച് നിന്റെ മകനായ ആസ്തികന് ഈ യജ്ഞം മുടക്കാൻ കഴിയും. അവൻ ബാലനാണെങ്കിലും ദേവജ്ഞനാണല്ലോ. നീ അവനോട് ഞങ്ങളെ ഉടനെ രക്ഷിക്കാൻ പറയുക. വാസുകിയുടെ വാക്കുകേട്ട് മുനിഭഗ്നിയായ ജരത്കാരു മകനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു. നാഗങ്ങളെ രക്ഷിക്കാനായി ഉടനെ യാത്രയാകാൻ ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. ആസ്തുകൻ വാസുകിയോട് പറഞ്ഞു, നാഗരാജാവേ, അങ്ങ് ശാന്തനായിരുന്നാലും ശാപത്തിൽ നിന്ന് നിങ്ങളെയെല്ലാം രക്ഷിക്കാമെന്ന് ഞാനിതാ വാക്കുതരുന്നു. ഞാൻ തപാശയായി പോലും ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്നതും സത്യമാണെന്ന് ധരിക്കുക. ഞാൻ മധുരഭാഷണം കൊണ്ട് ജനമേജയനെ പ്രസാദിപ്പിച്ച് ഈ യജ്ഞം നിർത്തിവെപ്പിക്കാം. മാതുല, അങ്ങനെ വിശ്വസിച്ചാലും. അങ്ങനെ ആസ്തികൻ യോഗശാലയിലേക്ക് പുറപ്പെട്ടു. യജ്ഞശാലയിൽ സൂര്യതുല്യം തേജസ്വികളായ സദസ്യർ നിറഞ്ഞിരിക്കുന്നു.
വാതുക്കലെത്തിയ ആസ്തികനെ ദ്വാരപാലകൻ തടഞ്ഞു. അകത്ത് പ്രവേശിക്കാനാകാതെ വന്നപ്പോൾ ആസ്തികൻ അവിടെ നിന്നുകൊണ്ട് യജ്ഞത്തെ സ്തുതിച്ചു തുടങ്ങി. അതുകേട്ട് ജനമേജയൻ ആസ്തികനെ അകത്തേക്ക് വിടാൻ കൽപ്പിച്ചു. യജ്ഞമണ്ഡപത്തിനടുത്തെത്തിയ അവൻ യജമാനന്മാരെയും ഋത്തിക്കുകളെയും സദസ്യരെയും അഗ്നിയെയും എല്ലാം സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിവാക്കുകൾ കേട്ട് എല്ലാവരും സന്തോഷിച്ചു. സദസ്യരുടെ ഉള്ളറിഞ്ഞ് ജനമേജയൻ പറഞ്ഞു, ഇവൻ ബാലനാണെങ്കിലും പരിചയസമ്പന്നനായ വൃദ്ധന്മാരെ പോലെ സംസാരിക്കുന്നുവല്ലോ. നാം ഇവനെ ബാലനായില്ല, വൃദ്ധനായി തന്നെ പരിഗണിക്കുന്നു. ഈ ബാലന് ഒരു വരം നൽകാൻ നാം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാം അഭിപ്രായം എന്താണ്? സദസ്യർ പറഞ്ഞു, ബ്രാഹ്മണ ബാലനല്ലേ, പോരെങ്കിൽ വിദ്വാനും. അവൻ ആവശ്യപ്പെടുന്നത് അങ്ങ് നൽകിയാലും. ജനമേജയൻ പറഞ്ഞു, യാഗം ഉറക്കി നടക്കട്ടെ. തക്ഷകൻ ഉടനെ ഈ അഗ്നിയിൽ വീഴണം. അവനാണ് നമ്മുടെ മുഖ്യ ശത്രു. ഋത്വിക്കുകൾ പറഞ്ഞു, തക്ഷകൻ പേടിച്ചരണ്ട് ഇന്ദ്രനെ ശരണം പ്രാപിച്ചിരിക്കുകയാണെന്ന് അഗ്നിദേവൻ പറയുന്നു. ഇന്ദ്രൻ തക്ഷകന് അഭയം നൽകിയിരിക്കുന്നു. ജനമേജയൻ പറഞ്ഞു, തക്ഷകനോടൊപ്പം ഇന്ദ്രനെ കൂടി ആവാഹിച്ച് അഗ്നിയിൽ ഹോമിക്കുവിൻ. ഇതുകേട്ട് ഹോതാവ് അഗ്നിയിൽ ആഹൂതി അർപ്പിച്ചു. ആകാശത്തിൽ ഇന്ദ്രനും തക്ഷകനും പ്രത്യക്ഷപ്പെട്ടു. യജ്ഞരീതി കണ്ട് പരിഭ്രാന്തനായ ഇന്ദ്രൻ തക്ഷകനെ വിട്ട് പായാനൊരുങ്ങി. തക്ഷകൻ അഗ്നിജ്വാലയുടെ നേർക്ക് മെല്ലെ മെല്ലെ വന്നു തുടങ്ങി. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ കർമ്മം ഇതാ സഫലമായിരിക്കുന്നു. ഈ ബ്രാഹ്മണ ബാലന് വരം നൽകിയാലും. ജനമേജയൻ പറഞ്ഞു, ബ്രാഹ്മണകുമാര, നിന്നെപ്പോലൊരു യോഗ്യന് ഉചിതമായ വരം നൽകാൻ നാം ആഗ്രഹിക്കുന്നു. നിന്റെ ഇച്ഛ എന്താണ്? സന്തോഷപൂർവ്വം ചോദിച്ചുകൊള്ളൂ. നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ തരാം. അഗ്നികുണ്ഡത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന തക്ഷകനെ നോക്കിക്കൊണ്ട് ആസ്തികൻ പറഞ്ഞു, മഹാരാജാവേ, ഈ യാഗം ഇപ്പോൾ അവസാനിപ്പിക്കണം. ആകാശത്തു വന്നെത്തിയ സർപ്പം അഗ്നിയിൽ വീഴരുത്. ഇതുമാത്രമേ ഞാൻ വരമായി ആവശ്യപ്പെടുന്നുള്ളൂ. ജനമേജയൻ അസ്വസ്ഥനായി. തനിക്ക് മറ്റു സർപ്പങ്ങളോടൊന്നും വിരോധമുണ്ടായിരുന്നില്ല. എതിരാളി തക്ഷകൻ മാത്രം. അവനോട് പകരം വീട്ടാനുള്ള നിമിഷം വന്നെത്തിയതേയുള്ളൂ. അതിന് തടസ്സമോ? രാജാവ് പറഞ്ഞു, മിടുക്കനായ കുട്ടി, സ്വർണമോ വെള്ളിയോ പശുക്കളോ വേറെ ഉപയോഗത്തിനുള്ള എന്തെങ്കിലും വസ്തുക്കളോ നിനക്ക് ആവശ്യപ്പെട്ടുകൂടെ? യജ്ഞം മുടങ്ങാൻ പാടില്ലെന്നാണല്ലോ എൻ്റെ ആഗ്രഹം. ആസ്തികൻ പറഞ്ഞു, എനിക്ക് ഈ പറഞ്ഞതൊന്നും ആവശ്യമില്ല. എൻ്റെ മാതൃകുലത്തെ രക്ഷിക്കാൻ വേണ്ടി ഈ യജ്ഞം മുടക്കണമെന്നേ എനിക്കുള്ളൂ. ജനമേജയൻ പലവിധത്തിലും അനുരഞ്ജിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആസ്തികൻ വഴങ്ങിയില്ല. മറ്റൊരു വരം ആവശ്യപ്പെടാൻ ഒരുങ്ങിയില്ല. ആ സമയത്ത് വേദവിജ്ഞരായ സദസ്യർ ഒന്നടങ്കം പറഞ്ഞു, ബ്രാഹ്മണൻ ആവശ്യപ്പെടുന്നത് തന്നെ നൽകണമെന്ന്. ശൗനകൻ ചോദിച്ചു, സൂതപുത്ര, ആ യജ്ഞത്തിന് വിദ്വാൻമാരായ ബ്രാഹ്മണരുണ്ടായിരുന്നല്ലോ. തക്ഷകൻ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ശേഷം ആസ്തികനും മഹാരാജാവുമായി സംസാരിക്കുന്നതിനിടയിൽ എന്താണോ സംഭവിച്ചത്? തക്ഷകൻ ആ സമയത്തു തന്നെ അഗ്നിയിൽ വീഴേണ്ടതല്ലേ? യാഗം നടത്തിയവർക്ക് തക്ഷകനെ ഹോമിക്കാനുള്ള മന്ത്രമൊന്നും തോന്നാത്തതാണോ? ഉഗ്രശവസ് പറഞ്ഞു. ഇന്ദ്രന്റെ പിടിയിൽ നിന്ന് വിട്ടപ്പോൾ തന്നെ തക്ഷകന് ബോധം നഷ്ടപ്പെട്ടു. ആസ്തികൻ അതുകൊണ്ട് 3 തവണ പറഞ്ഞു, നിൽക്കവിടെ, നിൽക്കവിടെ, നിൽക്കവിടെ. അതുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ തക്ഷകൻ തങ്ങി നിന്നു. ശൗനക, സദസ്യർ പലതവണ പറഞ്ഞപ്പോൾ മഹാരാജാവും സമ്മതിച്ചു. ജനമേജയൻ പറഞ്ഞു, ആസ്തികന്റെ ഇഷ്ടം നടക്കട്ടെ, യജ്ഞം മതിയാക്കൂ. ആസ്തികൻ സന്തോഷിക്കട്ടെ. നേരത്തെ നമ്മുടെ സൂതൻ പറഞ്ഞതാണല്ലോ ഇതും. ഇതുകേട്ട് എല്ലാവരും സന്തോഷിച്ചു. മഹാരാജാവ് ഋത്തിക്കുകൾക്കും സദസ്യർക്കുമെല്ലാം ദാനങ്ങൾ നൽകി. യജ്ഞം മുടങ്ങുമെന്ന് മുൻകൂട്ടി പറഞ്ഞ സൂതനെയും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. അപവൃത സ്നാനം കഴിഞ്ഞ് ആസ്തികനെയും വേണ്ടവിധം സത്കരിച്ച് യാത്രയാക്കി. പിരിയുന്ന വേളയിൽ ജനമേജയൻ ആസ്തികനോട് താൻ നടത്താൻ ഉദ്ദേശിക്കുന്ന അശ്വമേധയാഗത്തിന് വരണമെന്ന് ആതിഥ്യം സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. ആസ്തികൻ ഈ അപേക്ഷ സ്വീകരിച്ച് യാത്രയായി. യജ്ഞാഗ്നിയിൽപ്പെടാതെ ശേഷിച്ച സർപ്പങ്ങൾ വാസുകിയുടെ സമീപം വന്നെത്തി. ആസ്തികൻ തൻ്റെ വിജയകരമായ ദൗത്യം അവരോടെല്ലാം വിവരിച്ചു പറഞ്ഞു. സർപ്പങ്ങൾ പറഞ്ഞു, മകനെ, നീ ഞങ്ങളെ മരണത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു. ഞങ്ങൾ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളുക. ആസ്തികൻ പറഞ്ഞു, ഈ കഥ സന്ധ്യാവേളയിൽ പഠിക്കുന്ന ജനങ്ങൾക്ക് സർപ്പഭയമുണ്ടാകരുത്. ഇതുമാത്രമേ ഞാൻ വരമായി ആവശ്യപ്പെടുന്നുള്ളൂ. ഇതുകേട്ട് സന്തുഷ്ടരായ സർപ്പങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട മകനെ, നിന്റെ ആഗ്രഹം സഫലമാകട്ടെ. ഞങ്ങൾ വിനയപൂർവ്വം സസ്നേഹം നിന്റെ ആഗ്രഹം എക്കാലത്തും പൂർത്തിയാക്കുന്നതാണ്. അസിതം, ആർത്തിമാൻ, സുനീതം എന്നീ മന്ത്രങ്ങളിൽ ഒന്ന് നിത്യവും ചൊല്ലുന്നവന് സർപ്പഭയം ഉണ്ടാവുകയില്ല. അസിതമന്ത്രം. യോ ജരത്കാരുണാജാതോ ജരത്കാരൗ മഹായശ ആസ്തിക സർപ്പസത്രേവ പന്നഗാൻ യോഭ്യരക്ഷത തം സ്മരന്തം മഹാഭാഗ ന മാം ഹംസിതുമർഹത.
ജരത്കാരു മഹർഷിക്ക് ജരത്കാരുവെന്ന നാഗകന്യകയിൽ ജനിച്ച കീർത്തിമാനായ ആസ്തികൻ സർപ്പയജ്ഞത്തിൽ നിന്ന് നിങ്ങളെയെല്ലാം രക്ഷിച്ചു. ഭാഗ്യശാലികളായ സർപ്പങ്ങളെ, അദ്ദേഹത്തെ സ്മരിക്കുന്ന എന്നെ നിങ്ങൾ ദംശിക്കരുത്. ആർത്തിമാൻ മന്ത്രം. സർപ്പ പാപ സർപ്പ ഭദ്രം തേ ഗച്ഛ സർപ്പ മഹാവിഷ ജനമേജയസ്യ യജ്ഞാന്തേ ആസ്തിക വചനം സ്മര. ഹേ മഹാവിഷമുള്ള സർപ്പമേ, കടന്നുപോകൂ, നിനക്ക് നന്മയുണ്ടാകട്ടെ. ജനമേജയന്റെ യജ്ഞം സമാപിച്ചപ്പോൾ ആസ്തികൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഓർമ്മിക്കുക. സുനീത മന്ത്രം. ആസ്തികസ്യ വചശ്രുത്വായ സർപ്പോന നിവർത്തതേ ശതഥാ ഭദ്യതേ മൂർധനി ശിംശവൃക്ഷഫലം യഥാ. ആസ്തികന്റെ വാക്കു കേട്ടിട്ടും പിന്തിരിഞ്ഞു പോകാത്ത സർപ്പത്തിന്റെ ശിരസ് ഉണങ്ങിയ ഇലവിൻകായ പോലെ 100 കഷണങ്ങളായി പിളർന്നു പോകുമെന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. പരമധാർമ്മികനായ ആസ്തികൻ ഇങ്ങനെ സർപ്പവംശത്തെ രക്ഷിച്ചു. ശാരീരികമായ പ്രാരബ്ധങ്ങൾ പൂർത്തിയായപ്പോൾ പുത്രപൗത്രാദികളെ വെടിഞ്ഞ് ആസ്തികൻ സ്വർഗം പോകി. ശൗനകൻ പറഞ്ഞു, സൂതപുത്ര, മഹാഭാരത കഥ വളരെ പാവനമാണ്. പാണ്ഡവരുടെ യശോഗാനമാണ് അതിൽ മുഖ്യം. സർപ്പയജ്ഞം കഴിഞ്ഞ് ജനമേജയൻ അപേക്ഷിച്ചതനുസരിച്ച് വേദവ്യാസൻ വൈശംപായനോട് ആ കഥ പറയാൻ ആജ്ഞാപിച്ചു. വേദവ്യാസന്റെ ഹൃദയസാഗരത്തിൽ നിന്നുണ്ടായ സർവരത്നമയമായ ആ കഥ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉഗ്രശ്രവസ് പറഞ്ഞു, ശൗനക, വ്യാസവിരചിതമായ മഹാഭാരതം തുടക്കം മുതൽ ഞാൻ പറയാം. അത് പറയാൻ എനിക്കും വളരെ സന്തോഷമുണ്ട്. ജനമേജയൻ സർപ്പയജ്ഞത്തിനു വേണ്ടി ദീക്ഷ സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ ഭഗവാൻ വ്യാസൻ അവിടെയെത്തി. യമുനാപുളികത്തിൽ വച്ച് പരാശരനിൽ നിന്ന് സത്യവതിയുടെ ഗർഭത്തിലൂടെ അവതരിച്ച വേദവ്യാസൻ പാണ്ഡവരുടെ മുതുമുത്തച്ഛനാണ്. ജനനമാത്രയിൽ തന്നെ യോഗബലത്താൽ വളർന്നു വലുതായ അദ്ദേഹം അംഗോപാംഗങ്ങളോട് കൂടിയ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ജ്ഞാനം നേടി. അഭ്യാസം, തപസ്, വ്രതോപാസനകൾ ആദിയായവ കൈക്കൊണ്ടൊന്നും ആർക്കും അദ്ദേഹം നേടിയ ജ്ഞാനം നേടാനാവില്ല. അദ്ദേഹം വേദത്തെ 4 വിഭജിച്ചു. ആ ബ്രഹ്മർഷി സത്യനിഷ്ഠനും ത്രികാലദർശിയും സഗുണ നിർഗുണാത്മകമായ പരമാർത്ഥത്തിന്റെ തത്വമറിഞ്ഞവനുമാണ്. ധൃതരാഷ്ട്രരും പാണ്ഡുവും വിതുരരും ജനിച്ചത് അദ്ദേഹത്തിന്റെ കാരുണ്യത്തിലാണ്. അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം ജനമേജയന്റെ യജ്ഞവേദിയിലെത്തി. മഹാരാജാവ് സദസ്യരോടൊപ്പം എണീറ്റു ചെന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു. സ്വർണ സിംഹാസനത്തിൽ ഇരുത്തി അർഘ്യപാദ്യാദികൾ നൽകി ആദരിച്ചു. കുശലപ്രശ്നങ്ങൾക്കു ശേഷം സദസ്യർ അദ്ദേഹത്തെ പൂജിച്ചു. ജനമേജയൻ സദസ്യരോടൊപ്പം വേദവ്യാസന്റെ മുന്നിൽ കൂപ്പുകൈകളോട് നിന്ന് അപേക്ഷിച്ചു, ഭഗവൻ, അങ്ങ് പാണ്ഡവന്മാരെയും കൗരവരെയും നേരിൽ കണ്ടിട്ടുണ്ട്. അവരുടെ കഥ അങ്ങയുടെ മുഖത്ത് നിന്നു തന്നെ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവരൊക്കെ ധർമാത്മാക്കളായിരുന്നുവല്ലോ. എന്നിട്ട് സ്വരഭംഗമുണ്ടാവാൻ എന്തേ കാരണം? ഒരു ഘോര യുദ്ധമുണ്ടാകാനുള്ള അവസരം എങ്ങനെയുണ്ടായി? ആർക്കെല്ലാമാണ് ആ യുദ്ധം നാശമുണ്ടാക്കിയത്? ആ സംഭവങ്ങളെല്ലാം അങ്ങ് ദയാപൂർവം എനിക്ക് വിവരിച്ചു തരണം. ജനമേജയന്റെ ഈ അപേക്ഷ കേട്ട് വേദവ്യാസൻ സമീപത്തുണ്ടായിരുന്ന ശിഷ്യനായ വൈശംപായനോട് പറഞ്ഞു, വൈശംപായന, കൗരവരും പാണ്ഡവരും തമ്മിൽ എങ്ങനെ വിരോധമുണ്ടായി എന്നും ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എല്ലാം വിശദമായി ജനമേജയന് പറഞ്ഞു കൊടുക്കൂ. വൈശംപായന്, മനസാ വാച കർമ്മണ ഗുരുപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് മഹാജ്ഞാനിയായ വേദവ്യാസ മഹർഷി രചിച്ച വിപുലമായ ഇതിഹാസം ഞാൻ വിവരിക്കാം. ഈ പാവനമായ ഇതിഹാസം 1,00,000-ഓളം ശ്ലോകങ്ങളിലായി അദ്ദേഹം രചിച്ചിരിക്കുന്നു. ഈ കഥകൾ ശ്രദ്ധയോടെ കേൾക്കുന്നവരും പറയുന്നവരും ദേവതുല്യരായി ബ്രഹ്മലോകം പ്രാപിക്കും. ഈ ഉത്തമ പുരാണം വേദങ്ങൾക്ക് തുല്യമാണ്. അർത്ഥകാമങ്ങൾ നേടാനുള്ള ധർമാനുകൂലമായ ഉപായം ഇതിൽ വിവരിച്ചിട്ടുണ്ട്. മാത്രമല്ല, മോക്ഷതത്വം ഗ്രഹിക്കാൻ സമർത്ഥമായ ബുദ്ധിയും ഇത് ശ്രവിക്കുന്നവർക്കുണ്ടാകും. പാപമോചകമായ ഈ ഇതിഹാസത്തിന്റെ പേര് ജയം എന്നാണ്. ധർമ്മശാസ്ത്രവും അർത്ഥശാസ്ത്രവും മോക്ഷശാസ്ത്രവും എല്ലാം ഇതിലുണ്ട്. ഇതു കേൾക്കുന്നവർ മനസാ വാചാ കർമ്മണ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം നശിക്കും. ഭരതന്റെ വംശത്തിൽ പിറന്നവരുടെ കഥ വിവരിക്കുന്നതിനാൽ ഇതിനെ മഹാഭാരതം എന്ന് പറയുന്നു. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ സംബന്ധിച്ച് ഇതിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമേ എവിടെയുമുള്ളൂ. ഇതിലില്ലാത്തത് എങ്ങുമില്ല. ഇനി നിങ്ങൾ കഥ വിശദമായി കേൾക്കുവിൻ. അങ്ങനെ വൈശംപായനൻ കഥ പറയാൻ തുടങ്ങുകയാണ്. ഭൂഭാരമില്ലാതാക്കാൻ അവതാരങ്ങൾ. വൈശംപായനൻ പറഞ്ഞു, ജനമേജയ,
ജമദഗ്നിയുടെ പുത്രനായ പരശുരാമൻ 21 തവണ ഭൂമിയിലെ ക്ഷത്രിയന്മാരെ സംഹരിച്ചു. പിന്നീട് അദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തിൽ പോയി തപസ് തുടങ്ങി. ക്ഷത്രിയന്മാർ ഒടുങ്ങിയപ്പോൾ അവരുടെ വംശം നിലനിർത്താനായി തപസ്വികളും ത്യാഗികളും സംയമശീലരുമായ ബ്രാഹ്മണർ സഹായിച്ചു. കാലം കുറേ ചെന്നപ്പോൾ വീണ്ടും ക്ഷത്രിയ രാജ്യങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഭരണം ധർമാനുസൃതമായി. ജനങ്ങളെല്ലാം യോഗക്ഷേമത്തോടെ കഴിഞ്ഞു. യഥാകാലം മഴ പെയ്തു. ശിശുമരണമില്ലാതായി. യൗവനത്തിന് മുൻപ് സ്ത്രീ സംബന്ധത്തെപ്പറ്റി ആരും ചിന്തിച്ചില്ല. ക്ഷത്രിയൻ യജ്ഞങ്ങൾ മുറയ്ക്കു നടത്തി. ബ്രാഹ്മണർ വേദാഭ്യാസനം മുടങ്ങാതെ ചെയ്തു. കച്ചവടക്കാർ തൂക്കത്തിൽ കള്ളം കാണിച്ചില്ല. ധർമ്മലോപം എങ്ങുമുണ്ടായില്ല. പശുക്കളും സ്ത്രീകളും യഥാകാലം പ്രസവിച്ചു. ലതകളും വൃക്ഷങ്ങളും കൂടി ഋതുഭേദങ്ങൾക്കനുസരിച്ച് പൂക്കുകയും കായ്ക്കുകയും ചെയ്തു. അത് സത്യയുഗമായിരുന്നു. അക്കാലത്തു തന്നെ ക്ഷത്രിയന്മാരുടെ ഇടയിൽ രാക്ഷസന്മാർ ജനിക്കാൻ തുടങ്ങി. ദേവന്മാർ പലതവണ അസുരന്മാരെ യുദ്ധത്തിൽ ജയിച്ചു. അതോടെ അസുരന്മാർ മനുഷ്യരുടെ കൂട്ടത്തിൽ മാത്രമല്ല മൃഗങ്ങളുടെ ഇടയിലും പിറവി നേടാൻ തുടങ്ങി. കുറേ ദൈത്യരും ദാനവരും രാജാക്കന്മാരായി. നീതിരഹിതരമായ ഭരണരീതികൾ അവർ ആരംഭിച്ചു. സാധുജനങ്ങളെ അവർ പലവിധത്തിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. അസുരന്മാരുടെ ആക്രമണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഭൂമി ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു. അക്രമികളുടെയും അധാർമികളുടെയും ഭാരം താങ്ങാൻ തനിക്കാവുകയില്ലെന്ന് അവൾ ഉണർത്തിച്ചു. ശേഷനാഗത്തിനും ആദികൂർമ്മത്തിനും ദിഗജനങ്ങൾക്കും പോലും ഭൂമിയുടെ ഭാരം താങ്ങാൻ പ്രയാസം തോന്നിത്തുടങ്ങി. ബ്രഹ്മാവ് ഭൂമിയോട് പറഞ്ഞു, ദേവി, നിന്റെ ദുഃഖം നാം അറിയുന്നുണ്ട്. വേണ്ടതു ചെയ്യാൻ ദേവന്മാരെയെല്ലാം ഉടനെ നിയോഗിക്കാം. ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു, ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി നിങ്ങളെല്ലാം അവരവരുടെ അംശങ്ങൾ കൊണ്ട് ഭൂമിയിൽ അവതരിക്കുവിൻ. തുടർന്ന് ഗന്ധർവന്മാർക്കും അപ്സരസുകൾക്കും ബ്രഹ്മാവ് ഇതേ നിർദ്ദേശം തന്നെ നൽകി. പിന്നീട് അവരെല്ലാം ദൈത്യാന്തകനായ മഹാവിഷ്ണുവിനെ കാണാനായി വൈകുണ്ഠത്തിലെത്തി. ശംഖചക്രഗതാപത്മങ്ങളേന്തി പീതാംബരധാരിയായി ശ്രീവത്സലാഞ്ജനത്തോടെ വിലസുന്ന നീലമേഘശ്യാമളനായ സർവേശ്വരന്റെ സമോഹനമായ രൂപം അവർ കണ്ടു. ദേവന്മാർ അദ്ദേഹത്തെ പൂജിച്ചു. ഇന്ദ്രൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭൂഭാരം ഒഴിവാക്കാനായി അംശാവതാരം നടത്തണമെന്ന് ഭഗവാൻ അത് സമ്മതിച്ചു. ജനക്ഷേമത്തിനും രക്ഷോനാശത്തിനും വേണ്ടി ദേവവൃന്ദം ഭൂമിയിൽ അവതരിക്കാൻ തുടങ്ങി. ഓരോരുത്തരും യഥേഷ്ടം ബ്രഹ്മർഷികളുടെയും രാജർഷികളുടെയും വംശത്തിൽ ജനിച്ചു. നരഭോജികളായ അസുരന്മാരെ സംഹരിക്കാൻ തുടങ്ങി. അവരൊക്കെ ശൈശവത്തിൽ തന്നെ ബാലവൈഭവങ്ങൾ പ്രകടിപ്പിച്ചു. അസുരന്മാരുടെ അക്രമങ്ങളൊന്നും അവരിൽ ഫലിച്ചില്ല. മഹാഭാരതം കഥ തുടരും.